മാധ്യമപ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബി.ജെ.പിയെ അപകീർത്തിപ്പെടുത്തിയാൽ ഒരുത്തനെയും വിടില്ലെന്ന് ഭീഷണി. കള്ളവാർത്തകൾ കൊടുത്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും വെറുതെ വിടില്ലെന്നും സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്കെതിരെ പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത് വ്യക്തമായിട്ടും ഒരു ഭീഷണി എന്നുള്ള തരത്തിൽ തന്നെയാണ്. പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാൾ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ഏതു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്? സ്വാതി, തീർച്ചയായും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ മാധ്യമങ്ങളെ വിമർശിക്കുന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. മാധ്യമങ്ങൾ തിരിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ വിമർശിക്കാറുണ്ട്. അതൊരു ദൈനംദിന പ്രക്രിയയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് പോകുന്ന രീതിയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രസ്താവന അതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഇന്ന് വരെ കേരളത്തിൽ മാധ്യമ പ്രവർത്തകരോട് അല്ലെങ്കിൽ വ്യക്തികളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. പ്രസ്താവനയെ കാണാൻ കഴിയില്ല, അതൊരു ഭീഷണിയാണത്. ഏത് കൊമ്പത്തിരിക്കുന്ന നെയും കൈകാര്യം ചെയ്യും എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരാളെയും വെറുതെ വിടില്ല, അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ വാർത്തകൾ നൽകുന്നവരെ വെറുതെ വിടില്ല, അവരെ കൈകാര്യം ചെയ്യും എന്ന രൂപത്തിൽ അത് ഒരു തവണ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല, അത് ആവർത്തിച്ച് പറയുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഇതേ ഭീഷണി സ്വരം, വെല്ലുവിളിയുടെ സ്വരം അത് ആവർത്തിക്കുന്ന രൂപത്തിലാണ് കെ സുരേന്ദ്രൻ ഇന്ന് പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പകരം ഭീഷണിയുടെ സ്വരമാണെന്ന് സുരേന്ദ്രൻ ഉപയോഗിച്ചത്. അത് ഒരുപക്ഷെ സുരേന്ദ്രൻ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിലൊന്നും ആ രൂപത്തിലല്ല പ്രതികരണം വന്നിട്ടുള്ളത്. കാരണം പ്രകോപനപരമായ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. ചോദ്യങ്ങൾ സ്വാഭാവികമായും ബി.ജെ.പിക്ക് അകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ഭീഷണി സ്വരം, അല്ലെങ്കിൽ ഈ ഭീഷണി സ്വരം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചത് മുതൽ ബി.ജെ.പിയിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അത് പ്രകടമായി പുറത്തു വരികയും ചെയ്തിരുന്നതാണ്. ബി.ജെ.പിയിൽ പാലക്കാട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ ബി.ജെ.പിക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ബി.ജെ.പിക്ക് അകത്തുള്ള ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ അടക്കം തുറന്നു പറയുകയും ചെയ്തു. അത്തരം വാർത്തകളാണ്, അല്ലെങ്കിൽ ആ വാർത്തകളിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ഇത്തരത്തിൽ ഒരു വെല്ലുവിളിയിലേക്ക്, ഭീഷണിയിലേക്ക് നയിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ട് കാര്യങ്ങളാണ് ഒന്നുള്ളത്. പ്രധാനമായിട്ടും സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതിൽ കെ സുരേന്ദ്രൻ്റെ നിലപാട്. അതിനുശേഷം സന്ദീപ് വാര്യർ ബി.ജെ.പിയുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ ചേരുന്നു. അതേ സന്ദീപ് വാര്യരെ ഉപയോഗിച്ച് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നു. സന്ദീപ് വാര്യർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്നു. അത് മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നു. അതിനുശേഷമാണ് പിന്നീടാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ബി.ജെ.പിക്കകത്ത് ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ വാർത്തകൾ വരുന്നത്. ആ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രമീള ശശിധരൻ ബി.ജെ.പിയുടെ നഗരസഭാ അധ്യക്ഷയാണ്. അവർ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കൃഷ്ണകുമാറിനെതിരെയും അതിരൂക്ഷമായ വിമർശനം നടത്തുന്നു. അത് വാർത്തയായി മാധ്യമങ്ങൾ നൽകുന്നു. ഇതെല്ലാം ബി.ജെ.പിക്കകത്ത് ആഭ്യന്തര കലഹം എന്ന രൂപത്തിൽ, വലിയ രൂപത്തിൽ ചർച്ചയാകുന്നു. അതിനുശേഷമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജിയിലേക്ക് നീങ്ങുന്നു എന്ന രൂപത്തിൽ വാർത്തകൾ വരുന്നത്. ആ രാജി കേന്ദ്ര നേതൃത്വം നിഷേധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സംസ്ഥാന നേതൃത്വവും അത് നിഷേധിക്കുന്നു. ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന രൂപത്തിൽ കെ സുരേന്ദ്രന് വിശദീകരണം നൽകുന്നു. അതിനുശേഷം വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിലുള്ള ആശയപരമായ സംഘർഷമാണ് ബി.ജെ.പിക്കകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന രൂപത്തിൽ ചർച്ചകൾ വരുന്നു. അതും മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. അതിനുശേഷമാണ് ഇന്നലെ ബി.ജെ.പി. നേതൃയോഗം, സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ നടക്കുമ്പോൾ എം.ഡി. രമേശ്, പി.കെ. കൃഷ്ണദാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. സ്വാഭാവികമായും അതും ഒരു വാർത്തയായി മാറുകയാണ്. കാരണം ബി.ജെ.പിയിൽ ആഭ്യന്തര സംഘർഷങ്ങളാണ്. ആ രൂപത്തിൽ അവർ കൂടി, ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ കൂടി പങ്കെടുക്കാതെ ആ നേതൃയോഗം നടക്കുന്നു എന്ന രൂപത്തിലും മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ബി.ജെ.പിയുടെ മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു മാധ്യമങ്ങളോട് പറയുന്നത്, ന്യൂസ് മലയാളത്തോട് അടക്കം പറഞ്ഞത്, സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് ഈ
രൂപത്തിൽ BJP-യെ തോൽവിയിലേക്ക് തള്ളിവിട്ടത്. അല്ലെങ്കിൽ വയനാട്ടിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിൽ പോലും BJP സംസ്ഥാന നേതൃത്വത്തിന് ഒരു നിലപാടില്ല. ആ നിലപാടില്ലായ്മയാണ് വയനാട്ടിലെ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനെ നിഷേധിച്ചുകൊണ്ട് വയനാട്ടിലെ BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ അടക്കം രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം BJP സംസ്ഥാന നേതൃത്വത്തിലേക്കാണ് ഇത്തരം വിമർശനങ്ങളെല്ലാം വിരൽ ചൂണ്ടിയിരുന്നത്. പ്രത്യേകിച്ചും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവി BJP സംസ്ഥാന നേതൃത്വത്തെ വലിയ രൂപത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, BJP-യുടെ കോട്ടകളിൽ, അതായത് പാലക്കാട് നഗരസഭ BJP-യാണ് ഭരിക്കുന്നത്. ദീർഘകാലമായി BJP അവിടെ മുന്നിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് ഒരു 15 വർഷക്കാലമായി BJP പാലക്കാട് നഗരസഭയിലെ തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് 6000 വോട്ടിന് മുന്നിൽ വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ വരുന്നു. അതെല്ലാം BJP-ക്കകത്ത് വലിയ ചർച്ചയാകുന്നു. ദേശീയ കൗൺസിൽ അംഗം കൂടിയായ N ശിവരാജൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഇന്നലെ നഗരസഭയിലും ആ വിഷയം ചർച്ചയാകുന്നു. എന്തായാലും BJP-ക്കകത്തുള്ള വലിയ ആഭ്യന്തര പ്രശ്നം മറനീക്കി പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷനെ പ്രകോപിതനാക്കിയേക്കാം. അത്തരത്തിലുള്ള പ്രകോപനമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായത്. ആ വാക്കുകൾ ഭീഷണിയുടെ സ്വരമായി മാറുന്നു. ഏത് കൊമ്പത്തിരിക്കുന്നവനെയും ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല, കൈകാര്യം ചെയ്യും എന്ന രൂപത്തിലേക്കുള്ള പ്രസ്താവന ഒരു സംസ്ഥാന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയൊരു മോശം പ്രവണതയായിട്ടാണ് നാം കാണേണ്ടത്. സ്വാതി. അതെ ശ്രീജിത്ത്, എന്തായാലും മാധ്യമപ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BJP-യെ അപകീർത്തിപ്പെടുത്തിയാൽ ഒരുത്തനെയും വെറുതെ വിടില്ല എന്നും ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും വെറുതെ വിടില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. ആ വിവരങ്ങളാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകിയത്.